ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി യാചിക്കരുത്. സ്നേഹം അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. ചില കാത്തിരിപ്പുകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നല്ലത് വരുമെന്നുള്ളതല്ല, പകരം എന്തു വന്നാലും കരുത്തുള്ള മനസ്സോടെ നേരിടും എന്ന തീരുമാനത്തോടെയുള്ള കാത്തിരിപ്പ്. ചില വിഷമങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ചില ആളുകളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓരോ ദിവസവും പുതിയ തുടക്കമാവുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. അതിരുകൾ ആവശ്യമാണ്. അത് അഹങ്കാരമല്ല. അനുവദിക്കാതെ മറ്റൊരാളും നമ്മിൽ അധികാരം കാണിക്കില്ല. ബന്ധങ്ങൾ, സ്നേഹം, സൗഹൃദം ഇതൊക്കെ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാം. അതിനാൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ധാരണ ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തുക. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചെന്നു വരില്ല. നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏത് രംഗത്തും വിജയിക്കാറുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്താനും ഉണർത്താനുമുള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എവിടെ പ്രതീക്ഷയും പ്രയത്നവുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്.